പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഡിസംബർ മാസം 31-ാം തീയതിയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ വലിയ നന്ദിയോടുകൂടെ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. ഈ കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ചു. ഈ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരായിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. കർത്താവേ, പലപ്പോഴും പരാതിയോടുകൂടെ ഞങ്ങൾ ജീവിച്ച അവസരങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, തിരുമുമ്പിൽ നന്ദിയോടുകൂടി നിൽക്കാനുള്ളൊരു ഹൃദയം ഈ ദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾക്ക് അങ്ങ് നൽകിയ ആരോഗ്യം, കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം, കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം, ഞങ്ങൾക്ക് നൽകിയ ഓരോ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ 2025 വർഷത്തിന്റെ അവസാന ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് നമ്മോട് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കൃതജ്ഞതയോടുകൂടെ പിന്നോട്ട് നോക്കാനും പ്രത്യാശയോടുകൂടെ മുന്നോട്ട് നോക്കാനുമായിട്ട് നിന്റെ ഹൃദയത്തെ നീ പരുവപ്പെടുത്തുക. ഈ 31-ാം ദിനം, ഒരു വർഷം നമ്മൾ കടന്നുപോയി. പ്രിയമുള്ളവരെ, ഈ വർഷം വിശുദ്ധ ബൈബിളിൽ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അതെ പ്രിയമുള്ളവരെ, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു കഴിഞ്ഞ വർഷം എത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഈ വർഷത്തിന്റെ അവസാനത്തിൽ അതൊക്കെ നമുക്ക് ആത്മശോധന ചെയ്യാനുള്ള ദിനമാണ്. ഒരുപാട് സന്തോഷങ്ങളും വിജയങ്ങളും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിച്ചു തന്നു. അതോടൊപ്പം നമുക്ക് ഒരുപാട് സങ്കടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ തിരുസഭ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എണ്ണിപ്പറയുക, ഓരോന്നും എണ്ണിപ്പറയുക, ദൈവത്തിന് മുമ്പിൽ കൃതജ്ഞതയോടെ നോക്കുക, അവിടുത്തെ നമുക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക. ക്രിസ്തീയ ജീവിതമൊക്കെ നമ്മളവർക്ക് നന്ദിയില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് പരാതിപ്പെടുന്ന ഹൃദയമാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ ഓർത്ത് പ്രിയമുള്ളവരെ നന്ദി പറയുക. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത ചുറ്റുപാടുകള് ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ഒരുപാട് പേരെ തന്നു, സുഹൃത്തുക്കളെ തന്നു, നല്ല അനുഭവങ്ങൾ തന്നു. ഈ ക്രിസ്മസ് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഒരർഹതയുമില്ലാഞ്ഞിട്ടും ദൈവം തന്റെ പുത്രനെ തന്നെ നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ അടിമത്തത്തിൽ ശിരസു ചായ്ഞ്ഞു പോയ നമ്മൾക്ക് ശിരസുയർത്തി നിൽക്കുവാൻ, നമുക്ക് വിലയില്ലാത്ത നമ്മളെ വിലയുള്ളവരാക്കി മാറ്റാൻ കർത്താവായ ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ പറയേണ്ടത്, ദൈവമേ, എല്ലാം ശരിയായില്ല എന്നല്ല, എന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ടായില്ല എന്നല്ല, എന്റെ എല്ലാ വാതിലുകളും അടഞ്ഞുപോയി എന്നല്ല, അതിനപ്പുറത്ത് എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു. എന്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ അനുവദിച്ചു. നന്മയായിട്ടുള്ള ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഭൗതിക നന്മയെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചാണ് ദൈവം നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ രക്ഷയെക്കുറിച്ചാണ് കർത്താവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോരോന്നും നമുക്ക് അനുവദിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസം പ്രത്യേകം നമുക്ക് ചോദിക്കാം, ഈ വർഷം ഞാൻ ഇതെല്ലാം, ഈ ഒരു അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ ജീവിതത്തില്. പക്ഷേ എല്ലാറ്റിനും അപ്പുറത്ത് ദൈവം നമ്മെ കൈവിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നന്ദിയോടുകൂടെ അനുസ്മരിക്കാം. അതോടൊപ്പം തന്നെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പരുവപ്പെടുത്താം. പ്രത്യാശയോടുകൂടെ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കാനായിട്ട്, കർത്താവേ, ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം, ഇതുവരെ കൂടെ നടന്ന ദൈവം എന്റെ ജീവിതത്തിൽ ഞാൻ കടക്കാൻ പോകുന്ന പുതുവർഷത്തിലേക്ക് എന്നെ കർത്താവ് കരം പിടിച്ച് നടത്തട്ടെ. അപ്പൊ കൃതജ്ഞതയോടുകൂടെ ദൈവത്തിന്റെ തിരുമുമ്പിൽ നിൽക്കാനും പ്രത്യാശയോടുകൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാനുമുള്ള ദിനമാണ് ഈ ഡിസംബർ മാസം 31-ാം തീയതി. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നന്ദിയുടെ ഒരുപാട് സ്നേഹത്തിന്റെ ആ പ്രതികരണങ്ങൾ ഉണ്ടാകട്ടെ. ദിനം ദൈവസന്നിധിയിൽ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ ഓർത്ത്
കടന്നുപോയ ഒരുപാട് അനുഭവങ്ങൾ ഒരുപക്ഷെ വേദനിപ്പിക്കുന്നതാണെങ്കിലും അതിനപ്പുറത്തു നിന്നും ദൈവം അതിൽ നിന്നും നന്മ ഉളവാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രഥമ ദൃഷ്ടിയിൽ ഒരുപക്ഷെ നമുക്ക് വേദനിപ്പിക്കുന്നതും നമ്മെ തളർത്തിയതും നഷ്ടം വരുത്തിയതും പരാജയമുണ്ടായതും ഒക്കെയായ അനുഭവങ്ങളാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവം ഒരുപാട് നന്മകൾ നമുക്കായിട്ട് കർത്താവ് കരുതി വെച്ചു. അവിടുത്തെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വിജയം. ആ കർത്താവിന് നമുക്ക് വിജയം നൽകിയ കർത്താവിന് നന്ദി പറയാം. നന്ദിയോടുകൂടി തിരുമ്പിൽ നിൽക്കാം, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ 2025 വർഷം കടന്നു പോകുമ്പോൾ ഈ വർഷം ദൈവമേ അങ്ങ് അനുവദിച്ച ഓരോ നിമിഷത്തെ കുറിച്ചും നന്ദി പറയുന്നു. എനിക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, സ്നേഹിക്കാൻ ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ വഴിവിട്ടി നിന്നപ്പോൾ കർത്താവെ എന്റെ കരം പിടിച്ച് മുന്നോട്ട് നടത്തിയ ഒരുപാട് പേര് കർത്താവെ കൃപയുടെ ദിനങ്ങളായിരുന്നു, വർഷമായിരുന്നു കടന്നുപോയത് ഞാൻ ഓർക്കുന്നു. അതിനെല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ആത്മാവിന്റെ അഭിഷേകത്തിൽ കൃപയിൽ ജീവിക്കാൻ കർത്താവെ അങ്ങ് എന്നെ അനുവദിച്ചു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി കർത്താവെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങ് എനിക്ക് നൽകി എൻ്റെ കൂടെ നിന്ന ദൈവം അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ഈ 2025 വർഷത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രതീക്ഷയോടുകൂടെ ഈ പുതുവർഷത്തിന് വേണ്ടി ഒരുങ്ങാൻ ഈ ദിനം തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപാവരം കർത്താവെ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതിനായിട്ട് എനിക്ക് അങ്ങ് ഒരുക്കി തന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അവർക്കെല്ലാം നന്ദി പറയുന്നു. കടന്നുപോയ എല്ലാ അനുഭവങ്ങളും കർത്താവെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.